പാകിസ്ഥാന്റെ ഒരു വിമാനം അത് ചൈന സമ്മാനിച്ചതാണ്. JF-17 ഇന്ത്യ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെ മറ്റൊരു രീതിയിൽ അടിക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമിട്ട് വന്ന JF-17 വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ചൈനയുടെ സമ്മാനത്തിന് പോലും പാകിസ്ഥാനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് വിഷപ്രചാരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇന്ത്യ സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ഭീകരാക്രമണങ്ങൾ എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്നുള്ള കാര്യമാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നേതാക്കൾ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിദേശമന്ത്രിയും ഒക്കെ തുടർച്ചയായി ഉന്നയിച്ചു കൊണ്ടിരുന്നത്. ആ വാദം പാകിസ്ഥാൻ ഉന്നയിച്ചത് മറ്റൊരു വേദിയിൽ കൂടിയാണ്, ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ. പക്ഷേ അവിടെ അംഗരാജ്യങ്ങളിൽ നിന്ന് താൽക്കാലിക അംഗമായ പാകിസ്ഥാന് നേരെ വിരൽ ചൂണ്ടലുണ്ടായി. ഇത് ശരിയാണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അതോടുകൂടി പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. ആ രാത്രിയിൽ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ പാകിസ്ഥാൻ ഉള്ളിൽ കയറി ചെന്ന് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തിരിക്കുകയാണ്. ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയും എത്ര നാൾ പാകിസ്ഥാൻ സംരക്ഷിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവരെ ലോക ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇന്ത്യ. വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. കരസേനയുടെ ഔദ്യോഗികമായ വാർത്താ സമ്മേളനം നടത്താൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 10 മണിക്ക് തന്നെ കരസേനയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ എവിടെയൊക്കെ നാശം വിതയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം സ്ട്രാറ്റജിയാണ് ഇതിനുവേണ്ടി ഇന്ത്യ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം പുറത്തുവരും. ഓപ്പറേഷൻ സിന്ദൂർ വിജയം കണ്ടിരിക്കുകയാണ്. ഒരു വൈമാനികന് പോലും, ഒരു സൈനികന് പോലും പരിക്കേറ്റിട്ടില്ല ഇന്ത്യയുടേത്. അവർ പൂർണ്ണമായിട്ടും ആരോഗ്യത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്ന വിവരവും പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ വിജയമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സൈനിക ശക്തിയാണ് ഇവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ അടങ്ങുക എന്നുള്ള സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാകും. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രധാനമന്ത്രിയും ചിലപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചേക്കാം. അതിനും കാത്തിരിക്കുകയാണ്. ബീഹാറിൽ നൽകിയ ഉറപ്പ് അങ്ങനെ പ്രധാനമന്ത്രി പാലിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരെയുള്ള മുന്നറിയിപ്പ് ഇന്ത്യയുടെ അഭിമാനം എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന സന്ദേശമാണ് ഇപ്പോൾ രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്.